താങ്ക് യു. എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എറണാകുളത്ത് എവിടെയാണ് താമസം? എറണാകുളത്ത് എടപ്പള്ളി തന്നെയാണ് താമസിക്കുന്നത്. ഇടപ്പള്ളിയിലാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ കൺസൾട്ടൻസി ഫേം ഉണ്ട് അക്കൗണ്ട്സിന്റെ. അവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ടില്ല, ഒരാഴ്ചയായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, തുടങ്ങിയിട്ട് ആൾക്കാരായി അങ്ങനെയല്ല, ഇവിടെ വന്ന് ദേ തുടങ്ങാണ് പുള്ളി. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡാൻസ് എന്ന് പറയുന്നത് ചില നല്ല ചിട്ടയായി വളർത്തിക്കൊണ്ടുവന്ന പിള്ളേര്, അച്ഛനും അമ്മയോടും ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്ന 4 ഭിത്തി കണ്ട് വളർന്ന പിള്ളേരെ പെട്ടെന്ന് ഒരാഴ്ച ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഹോസ്റ്റലിൽ കൂട്ടുകെട്ടിൽ പെട്ട് വഴി പഴച്ച് ആദ്യത്തെ ഞായറാഴ്ച രാത്രി കൂട്ടുകാർ കള്ളു കൊടുത്തിട്ട് അത് കുടിച്ചിട്ട് അവൻ ഡാൻസ് കളിക്കുമല്ലോ, അതാണ് ഡാൻസ് മോശമല്ലെന്നല്ല, അതിലൊരു നിഷ്കളങ്കത ഉണ്ട് കളിച്ചതില്. ഡാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും പുള്ളിയുടെ നൃത്തം അവിടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു, ഗംഭീരമായി കേട്ടോ. രമേശ് ചേട്ടൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഡാൻസ് ഒന്നും കളിക്കാറില്ല. അല്ല, കൂട്ടുകാര് നിർബന്ധിച്ച് കള്ളു കുടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിർബന്ധിക്കേണ്ട വരാറില്ല. നമസ്കാരം, എൻ്റെ പേര് ശ്രീറാം. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമ്മമാർക്കുള്ള സാധനം എല്ലാവർക്കും അറിയാം, വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ FB പോസ്റ്റിലും നമ്മൾ കഥയൊക്കെ എഴുതുമ്പോൾ ഭയങ്കര ഡിഗ്രി കൂട്ടിയാണ് എഴുതുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താം, എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത്. ഇപ്പോൾ KGF സിനിമയിലെ അമ്മയ്ക്ക് ശേഷം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് എൻ്റെ അമ്മ. പക്ഷെ ആ പോരാളിയുടെ പോര് മുഴുവനും എൻ്റെ നെഞ്ചത്താണ് വീഴുന്നത്. ഇപ്പോൾ നമ്മുടെ പിറന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്നായിരിക്കും പറയാറുള്ളത്. പക്ഷെ എൻ്റെ അമ്മ പറയണത് 25 വർഷമായിട്ട് ഒരുത്തൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അത് എല്ലാ വർഷവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 34ാം പറ്റിപ്പിൻ്റെ വാർഷികമാണ് നടന്നത്. എൻ്റെ അമ്മ എനിക്ക് പണി തന്നിട്ടുള്ളത് എൻ്റെ പേര് ശ്രീറാം ഇട്ടതാണ്. അതെനിക്ക് തോന്നുന്നു ജൂലൈ മാസത്തിൽ ജനിച്ചു, രാമായണ മാസം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീറാം എന്നുള്ള പേരിട്ടത്. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കാൻ പറ്റൂല, കമൻ്റ് അടിക്കാൻ പറ്റൂല, കോപ്പി അടിക്കാൻ പറ്റൂല. കാരണം ശ്രീറാം എന്നുള്ള പേര് വെച്ചിട്ടാണ് നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എന്നോട് പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ മേഖലയിലൊക്കെ പ്രശസ്തനാണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഒരു ഭാവി അമ്മ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അമ്മ എനിക്കൊരു സഹായം ചെയ്തു. എൻ്റെ പേര് ദുൽഖർ സൽമാൻ എന്ന് വിളിച്ചില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന പെങ്കൊച്ചൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെങ്കൊച്ച് ഇപ്പം ഇരിക്കുന്നതിനെക്കാട്ടും ബോധം കെട്ടു പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 80 മോഡലാണ്. 80 മോഡലിലെ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ദൂരദർശൻ ചാനൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദൂരദർശൻകാർ ഒരു ഫേവർ ചെയ്യും, ഒരു DD2 എന്നൊരു ചാനലും കൂടെ അവർ തരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DD2 അത്ര പെട്ടെന്ന് കിട്ടില്ല. നമുക്ക് ആൻറ്റിനെ ഏതൊക്കെയോ രീതിയിൽ വെച്ച് എന്തൊക്കെയോ യന്ത്രങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ ശാസ്ത്രബുദ്ധി വളർന്നു വരുന്ന സമയമായതുകൊണ്ട് ഞാൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ തിയറിയിലെ ഒരു പരീക്ഷണം നടത്തി. വീട്ടിലെ ട്യൂബ് ലൈറ്റും ഷർട്ട് തൂക്കണ ഹാങ്കർ വരെ ഞാൻ ആ ആൻറ്റിനെ മേലെ കെട്ടി തൂക്കി. പക്ഷേ DD2 വന്നില്ല. പകരം എൻ്റെ അമ്മ കരണക്കുട്ടിക്ക് 2 തന്നു. അതോടുകൂടി എൻ്റെ ശാസ്ത്രജ്ഞൻ അതോടുകൂടി അന്തരിക്കുകയാണ് അവിടെ ഉണ്ടായത്. പിന്നെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ ഹിന്ദി പാട്ട് കാണുക. കാരണം പണ്ടൊന്നും കളർ പാട്ട് കാണാൻ വലിയ പാടാണ്, MTV ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ചിത്രഹാർ മാത്രമേ ഉള്ളൂ. ചിത്രഹാറിലെ ഒരു പാട്ട് എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ആകർഷിച്ചു. അത് ചോളിക്കെ പീച്ചെ ക്യാ ഹേ എന്നുള്ളൊരു പാട്ടായിരുന്നു. എനിക്കന്ന് ഹിന്ദി അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ചോളിക്കെ പീച്ചെ ക്യാ ഹേ ഒച്ചത്തി പാടിക്കൊണ്ട് വീടിന് ചുറ്റും നടന്നു. അമ്മയ്ക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല അതുവരെ. പക്ഷേ ഏതോ അദൃശ്യ ശക്തിയുടെ പ്രേരണയാൽ എന്നെ ചപ്പാത്തി കോലി വെച്ചിട്ടാണ് തല്ലിയത്. അന്ന് എനിക്ക് മനസ്സിലായി ഹിന്ദി സീഖന ബഹുത്ത് ആവശ്യ ഹേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റാണ്. TV-യിൽ ക്രിക്കറ്റ് വരിക എന്നുള്ളതാണ്. പക്ഷേ TV-യിൽ ക്രിക്കറ്റ് വന്നാലൊരു കുഴപ്പമെന്ന് പറയുന്നത് ക്രിക്കറ്റിലെ കമൻട്രിയെക്കാട്ടും എൻ്റെ അമ്മയുടെ കമൻട്രി അങ്ങ് തുടങ്ങും. ആ അമ്മയുടെ കമൻട്രി കേട്ട് കഴിഞ്ഞാൽ സച്ചിൻ ബാറ്റ് വെച്ചിട്ട് ഇറങ്ങി പോകുന്ന എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിന് ഭയങ്കര റിസ്ക്കാണ് സാധനം. ക്രിക്കറ്റ് കണ്ട ഉടനെ അമ്മ വെളിച്ചപ്പാടാവും. അമ്മയുടെ ഡയലോഗ് ഇങ്ങനെ ആയിരിക്കും, നീ ഇത് മാത്രം കണ്ടിരുന്നാൽ മതിയടാ, നീ ഒന്നും പഠിക്കണ്ട, നീ ഇങ്ങനെ നടന്നോ, നീ ഇമ്മറെ കളി കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ നിനക്ക് കാശ് കൊണ്ട് തരുന്നത്. പക്ഷേ എനിക്ക് ആ ലോജിക്ക് പിടികിട്ടിയില്ല. കാരണം അമ്മ സ്ഥിരമായിട്ട് കാണുന്ന മാനസി സീരിയലിൻ്റെ സംവിധായകൻ മധുമോഹൻ അമ്മയ്ക്ക് DD ഒന്നും അയച്ചു കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പിള്ളേർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ ട്രിപ്പിന് പെർമിഷൻ ചോദിക്കുക എന്നുള്ളത്. ട്രിപ്പിന് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മദർ പറയും, ഇവിടെ ആ സ്ഥലത്തിന് എന്താണ് ഇത്ര പ്രത്യേകത, ഇവിടെ കോവളത്തെ വേലി തന്നെയല്ല അങ്ങ് ഗോവയിൽ പഠിക്കണമെന്ന്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുളു മണാലി ഒന്നും ചോദിക്കാറില്ല. കാരണം എൻ്റെ അമ്മ വേണമെങ്കിൽ ഫ്രീസർ തുറന്നിട്ട് പറയും, ഇവിടെ ഈ ഐസ് തന്നെയല്ല അങ്ങ് കുളു മണാലി ഉള്ള, നീ എന്തിനാപ്പം അങ്ങോട്ട് പോകണമെന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു ടെക്നോളജി ഉണ്ട്, QR കോഡ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ QR കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കാം. അതുപോലെ തന്നെയാണ് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ
ഓഡിയോ കേൾക്കാൻ പറ്റും, പുസ്തകമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ടെക്നോളജി ഞാൻ ആദ്യം കണ്ടത് എൻ്റെ അമ്മയിലാണ്. കാരണം സ്കൂളിൽ നിന്ന് പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പോഴേ ഓഡിയോ അങ്ങ് പ്ലേ ആവും. അപ്പോഴേ ഡയലോഗ് വരും, നിന്നെ ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് പഠിക്കാൻ വിട്ടേക്കണത്, ഞാൻ ഈ പഠനം നിനക്ക് കണ്ടുകൂടെ എന്നുള്ളത്. എന്നിട്ട് പഴയ ഡയലോഗ് വിടും, ഞാൻ ഈ തോടും മലയും കാടും ഒക്കെ കയറിയാണ് ഞാനും പഠിച്ചിട്ടുള്ളത്, എന്നിട്ട് കണ്ടാന്നുള്ളത്. അമ്മയുടെ ഡയലോഗ് കേട്ടാൽ തോന്നും അമ്മ ഏതോ ഹിമാലയത്തിൽ ട്രക്കിങ് പോയെന്ന്. പക്ഷേ ഹിമാലയത്തിൽ ട്രക്കിങ്ങിന് പോയ പാർട്ടിയുടെ മാർക്ക് 2 2.5 ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മൂമ്മ 50 പൂജ്യമാണ് വാങ്ങിച്ചത്, അമ്മ അത് 2.5 എത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് 20 വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ 3 തലമുറ വരുമ്പം അവർ 50 എത്തിയും നമ്മുടെ കുടുംബം ഒരു IAS കുടുംബമാവും. പക്ഷേ ഞാൻ എൻ്റെ അമ്മയല്ല കുറ്റം പറയണത്, അത് കഴിഞ്ഞിട്ട് വന്ന അമ്മമാരും ഈ ഒരു കാറ്റഗറിയാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ച്, പുള്ളിക്കാരിയുടെ മോള് സ്കൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് എന്നോട് ഭയങ്കര കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ ആലോചിച്ചു, 10ാം ക്ലാസ്സിൽ പാനിപ്പട്ട് യുദ്ധം പഠിപ്പിക്കുമ്പം പക്കാവട കുറിച്ചുകൊണ്ടിരുന്നതിന് ടീച്ചർ പൊക്കിയ പക്കാവട പാറുവാണ് അവളുടെ കൊച്ചി ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതി പറയണത്. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർച്വൽ റിയാലിറ്റി എന്നുള്ള സാധനമാണ്. അപ്പോൾ വെർച്വൽ റിയാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് ഈ സാധനം ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് തോന്നും. ഇപ്പം അതിനൊരു കണ്ണാടിയൊക്കെ കിട്ടും, കണ്ണാടി കിട്ടിയ ഈ സാധനം നമ്മുടെ അടുത്തുണ്ടെന്ന് തോന്നും. ഈ ടെക്നോളജി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ അമ്മയാണ്. കാരണം പണ്ട് TV-യിൽ കുക്കറി ഷോ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ ചോറ് വെക്കുമ്പം കറി ഇല്ലെങ്കിൽ പുള്ളിക്കാരി ഈ TV ചാനൽ ഓൺ ചെയ്യും, എന്നിട്ട് ചോറും എടുത്തു തരും, അതിലെ കറി കൂട്ടി ഞങ്ങൾ കഴിക്കും. അതാണ് ഞങ്ങളുടെ വെർച്വൽ റിയാലിറ്റിയുടെ ആദ്യത്തെ എപ്പിസോഡ്. ഇപ്പോൾ ആൺപിള്ളേർക്ക് പ്രത്യേകിച്ച് അറിയാം, ചെറുതിലായിരിക്കുമ്പോൾ ആൺപിള്ളേരുടെ ഹെയർ സ്റ്റൈൽ ഏകദേശം പറ്റ അങ്ങ് വെട്ടിക്കും. പിന്നെ അടുത്ത സ്റ്റേജ് മുട്ട മാത്രമേ ഉള്ളൂ, അതിന് തൊട്ടുള്ള പറ്റയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പോയി വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ക്രൂ കട്ട്, മഷ്റൂം കട്ട് തുടങ്ങിയ പലതരം കട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ എൻ്റെ തലയിലൊന്ന് പരീക്ഷിച്ചോട്ടെ എന്ന്. അപ്പം തന്നെ ഡയലോഗ് വന്നു, നീ ഇപ്പോൾ വളരെ ചെറുതാണ്, നീ വലുതായിട്ട് വേണമെങ്കിൽ ഈ കട്ടൊക്കെ പരീക്ഷിച്ചോളാൻ. വർഷങ്ങൾ കഴിഞ്ഞു, എൻ്റെ തലയിലിരുന്ന് മുടിക്ക് അവിടെ ഇരുന്ന് ബോറടിച്ചതുകൊണ്ട് അത് പതുക്കെ താടിയിലേക്ക് അങ്ങ് ഷിഫ്റ്റായി പൊസിഷൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബാർബർ ഷോപ്പിൽ പോകുമ്പം അവിടുത്തെ ഹിന്ദി ചേട്ടൻ എന്നോട് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കും, എന്നിട്ട് പറയും, സർ ആപ്കെ തലേമേ ക്യാ കർനാ ഹേ എന്നുള്ളത്. ഞാൻ വളർന്നു വലുതായി എന്നുള്ള ബോധം അമ്മയ്ക്ക് വന്നു. ഇപ്പം അമ്മ എന്നോട് പറയും, എടാ നീ പറഞ്ഞ മറ്റേ ക്രൂ കട്ടും മഷ്റൂം കട്ടൊക്കെ ഇപ്പം പരീക്ഷിച്ചോളാൻ. ഞാൻ പറഞ്ഞു, മദർ ഇപ്പം എൻ്റെ തലയിൽ ഒരു കട്ടും പരീക്ഷിക്കാൻ പറ്റൂല, വേണമെങ്കിൽ സ്കെച്ച് പെൻ എടുത്ത് വേണമെങ്കിൽ 2 ടാറ്റു പടം വേണമെങ്കിൽ വരച്ചോളം പറഞ്ഞു. KGF സിനിമയിലെ അമ്മയ്ക്ക് ശേഷം ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ പോരാളി തന്നെയാണ് എൻ്റെ അമ്മ. എനിക്കറിഞ്ഞൂടാ എൻ്റെ അമ്മയെ പോലെയാണോ നിങ്ങളുടെയൊക്കെ അമ്മമാരെന്നും. താങ്ക് യു. ശ്രീറാം, നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ശ്രീറാമിന് ദുൽഖർ സൽമാൻ എന്നുള്ള പേര് ചേരില്ലാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ചേരും. നല്ല പേര് തന്നെയാണ്. ഞാൻ മേഡത്തോട് ചോദിച്ചാൽ മേഡം അത് കേൾക്കുവോ? എന്താണ് ദുൽഖർ സൽമാൻ എന്നെ മേഡം വിശ്വസിക്കുമെന്ന്? പേര് ഇയാൾക്ക് നന്നായിട്ട് ചേരും. ഓക്കെ, ബി പോസിറ്റീവ്. പേര് ആർക്കും വേണേലും ഇടാമല്ലോ, അതല്ലേ. പിന്നെ നല്ല ക്രിസ്പൻ ഷോർട്ട് സ്റ്റോറീസ് ആയിരുന്നു, നല്ല രസമുള്ള തമാശകളായിരുന്നു. ചേട്ടന്മാരെ എന്താ? അല്ല, ഇതിന് എനിക്ക് തോന്നുന്നത് ഗംഭീര പ്രകടനങ്ങളായിരുന്നു. കുറെ അമ്മയും നമ്മുടെയൊക്കെ അമ്മമാര്, കൺവെൻഷണൽ ആയിട്ടുള്ള അമ്മമാരൊക്കെ കുറെ ശീലങ്ങളുണ്ട്. അത് ചില ശീലങ്ങളാണ്, അതിന്റെ പ്രയോജനം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ TV മേടിച്ചുകൊണ്ടെന്നാൽ ഇതിന്റെ കാർഡ്ബോർഡ് വെട്ടി എടുത്ത് മേളിൽ സൂക്ഷിച്ചു വെക്കണതാണ്. എനിക്കിത് എന്തിനാ സൂക്ഷിക്കണമെന്ന് ഒരു പിടുത്തമില്ല. ചോദിച്ചാൽ പറയും കേടാകുമ്പോൾ നന്നാക്കാൻ കൊണ്ടുപോകാനാണ്, കേടാകുമ്പോൾ അത് അതുപോലെ അവിടെ നിന്ന് ആളെടുത്തോണ്ട് പോകണം, അല്ലാണ്ട് ഈ പെട്ടിയിൽ വെച്ച് ഇതൊരു 10 വർഷത്തോളം സൂക്ഷിച്ചു വെക്കുക. ചില ശീലങ്ങൾ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, അത് മാറ്റി വെക്കാറില്ല ചില സാധനങ്ങൾ. ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് ഈ ഓരോ വർഷം കഴിയുമ്പോൾ 25 വർഷമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, 26 വർഷമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഏത് നടനെ ഉദ്ദേശിച്ചാണ്, അല്ലെ ഏത് നടനെ ചെയ്യാൻ പറ്റിയ കഥയാണ് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു കേക്ക്. പിന്നെയും പറഞ്ഞു ഏത് നടന് ചെയ്യാൻ പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തിന്റെ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് വന്നു. കഥ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് പേജിൽ നായകൻ എഴുതിയെടുത്ത് 28 വയസ്സ് വെട്ടിയിട്ടുണ്ട്, 31 വയസ്സുണ്ട് വെട്ടിയിട്ടുണ്ട്, 36 ഉണ്ട്, 38 ഉണ്ട്, 40 ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ വായിക്കണം ഉപയോഗിക്കണം നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് 40 വയസ്സായോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. ഇത് 5-6 വർഷം മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റ് അല്ലെന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വളരണതിനനുസരിച്ച് പുള്ളിയുടെ പ്രായത്തിനനുസരിച്ച് നായകന്റെ പ്രായം കയറ്റി വെച്ച് പൊക്കോണ്ടിരിക്കുക. പുള്ളി തന്നെ നായകൻ. പുള്ളി തന്നെ നായകൻ. പിന്നെ ഈ അമ്മൂമ്മമാര് ചില കാര്യങ്ങൾ പറയുന്ന കാരണം തർക്കുത്തരം പറഞ്ഞു നിർത്തുന്നുണ്ട് എൻ്റെ അടുത്ത്. അവൻ ചില നല്ല സമയത്ത് കണ്ടിട്ടുണ്ട്. ഇവന്റെ ഒരു ചെറിയ വീടും നമ്മുടെ 90s ഉള്ള സാധാരണ ചെറിയ വീടാണ്. ഇവന് ഇറയത്തിരുന്ന് നഖം വെട്ടുക. ഇവൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ അച്ഛൻ പണിയും കഴിഞ്ഞ് അവശമായിട്ട് കയറി വരുമ്പോൾ ഇവൻ നഖം വെട്ടണം കണ്ടിട്ട് ചോദിച്ചു, ഇടാ അന്ത്യക്കൊക്കെ ഇവിടെ ഇരുന്ന് നഖം വെട്ടല്ലേടാ, ഗതി പിടിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവൻ ചോദിക്കും, അച്ഛൻ
പകലിരുന്ന് നഖം വെട്ടിയതുകൊണ്ടാണല്ലോ മുറ്റത്ത് ബെൻസ് കിടക്കുന്നത്. ചേട്ടാ പറയൂ. നന്നായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് ശ്രീറാം എന്നുള്ള പേര് ഇട്ടതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വേസ്റ്റ് കൊണ്ടാണ് വണ്ടി ഉണ്ടല്ലേ, പലതും ഭഗവാന്മാരുടെ പേരൊക്കെ അതിനിട്ടേക്കണത്. അയ്യോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പേരിലല്ലേ ഇരിക്കണം, നമ്മുടെ പ്രവൃത്തിയിലിരിക്കണത്. പിന്നെ മാക്സിമം പുള്ളിയുടെ ബോഡിനൊക്കെ തന്നെ കളിയാക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഇതിനകത്ത് ഹ്യൂമർ കൊണ്ടുവന്നേക്കണത്. പിന്നെ അമ്മയെ പറ്റി പറഞ്ഞതും അതിലൂടെ ഹ്യൂമറിലേക്ക് കൊണ്ടുവന്നതും. പക്ഷെ നമുക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ ഇത്രയും സമയം പോയെങ്കിലും അമ്മയെ മോശമായി കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ ചെറുപ്പത്തിലെ മുടി ഇങ്ങനെ വെട്ടിക്കൊണ്ടത് പറ്റൂല എന്ന് പറയും, അത് നമ്മുടെ അമ്മ പറയും. പിന്നെ വലുതായി കഴിയുമ്പോൾ ചോദിക്കണം, അതൊക്കെ വല്ല കൊച്ചു പിള്ളേരും ചെയ്യേണ്ട കാര്യം, ഈ ഈ പ്രായത്തിലാണ് അത് ചെയ്യാൻ പോണെന്ന് ചോദിക്കും. എന്റെ മാത്രമല്ല, ഞാനൊക്കെ വെട്ടിയിട്ട് വന്നിട്ട് അമ്മ കൈയിട്ട് നോക്കിയിട്ട് വെട്ടിയിട്ടില്ല, പിന്നെയും പോയിട്ട് വെട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഉള്ളൂ. എന്റെ നാട്ടിലെ പിള്ളേരുടെ പേടി സ്വപ്നമാണ് അവിടുത്തെ മുടി വെട്ടുന്ന ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യും, ഒരു സഞ്ചിയൊക്കെ ആയിട്ട് വരും, പിടിച്ചങ്ങനെ ഇരുത്തിയിട്ടില്ല, കറാന്ന് അത് പുള്ളിക്കത്ത് മാമാട്ടിക്കുട്ടിയമ്മ സ്റ്റൈൽ വേണമെന്നൊക്കെ ചോദിക്കും. ഞാനൊക്കെ മാവിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഈ അമ്മ വരണ കാണുമ്പോഴത്തേക്ക്. അപ്പൊ എന്തായാലും നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്.